നിങ്ങളുടെ കുറെ വീഡിയോസ് ഞാൻ കണ്ടിരിക്കുന്നത് ഫുഡിന്റെ ആണ് വീഡിയോസ് ഇഷ്ടംമാതിരി കണ്ടിരിക്കുന്നത്. ഞാൻ അത് കണ്ടിട്ടാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. അത് ഞാൻ ഫുഡ് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണോ ഫുഡ് വീഡിയോ തന്നെ ചെയ്യണം അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വീഡിയോ എടുത്താണോ അതോ നോർമൽ എടുത്താണോ? അല്ലല്ല, അന്ന് ആ സമയത്ത് എന്തിനാന്നറിയോ ഫുഡ് വീഡിയോ ഇങ്ങനെ കാണിക്കണ കുറെ ചാനൽസ് ഉണ്ടായിരുന്നല്ലോ. ഇന്ന് രാവിലെ ഫുഡ് അല്ല ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് കഴിച്ചത്, ഇന്ന് ഇത് 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 അങ്ങനെ കുറെ വീഡിയോസ് കുറെ ആൾക്കാർ കാണിക്കാറുണ്ട്. അപ്പൊ നമുക്കും നമുക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം അങ്ങനെ ഒരു വീഡിയോ എടുത്തു. സാധാരണ നോർമലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് നമ്മുടെ വീഡിയോസിൽ വരാറ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ കാണിക്കണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കണം. അതിന് മാത്രം സെപ്പറേറ്റ് ഷോർട്സ് എടുത്ത് റീൽസ് എടുത്ത് കാണിക്കണം, അത്രേ ഉള്ളൂ. ഭയങ്കര റീച്ച്. അത് ഒരൊറ്റ അങ്ങനെ ഒരു വീഡിയോ കേട്ടോ പെട്ടെന്ന് ഒരു റീച്ച് വന്നു ഇൻസ്റ്റഗ്രാമിൽ, പെട്ടെന്ന് കയറി. അപ്പൊ അതേ പിന്നെയാണ് ഇൻസ്റ്റഗ്രാമിലും ഫുഡ് അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ്. അത് നല്ല റീച്ച് വരുന്ന മേഖലയാണ്. ഫുഡ് എല്ലാവർക്കും ഇഷ്ടമാണതാണ്. ഇപ്പോഴും അതെ, ഫുഡിന്റെ ഒഴിച്ച് വേറെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാവില്ല. റീച്ച് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഫുഡിന് പക്ഷെ നല്ല റീച്ച് വരും. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് യൂട്യൂബിലായാലും അത് ഇതിലും ആയാലും അതെ. പക്ഷെ നിങ്ങളെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ അങ്ങനെ തന്നെ ഇരുന്ന് പറയും. അതായത് ഒരു മേക്കപ്പ് ഇല്ല, പിന്നെ മറ്റേ ഇങ്ങനെ സ്ക്രിപ്റ്റഡ് അല്ല. ഞാൻ ഉദ്ദേശിച്ചത് സ്ക്രിപ്റ്റ് അല്ല എന്നുള്ള മേക്കപ്പിന്റെ അതല്ല, മനസ്സിലായി. ചില പ്രൊമോഷൻസ് ഒക്കെ വരുമ്പോ എന്നൊരു ഏതൊരു ബ്രാൻഡിന്റെ പേര് പറയണില്ല, ഒരു ബ്രാൻഡിന്റെ പ്രൊമോഷൻ സാധാരണ ചെയ്തു. അതൊരു ബ്യൂട്ടി പ്രൊഡക്റ്റിന്റെ ആയിരുന്നു. അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് അറ്റ്ലീസ്റ്റ് മുടിയെങ്കിലും ഒന്ന് അങ്ങനെ ചെയ്ത് ശീലല്ല. നമ്മൾ എന്ത് വന്നു കഴിഞ്ഞാല് എന്ത് പ്രൊമോഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ എന്നിട്ട് പറയും, നമ്മൾ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ പോയി പറയും. പക്ഷെ ഇതൊരു ബ്യൂട്ടി ബ്രാൻഡ് ആയ കാരണം കൊണ്ട് അവർ നമ്മൾ പറഞ്ഞു ആ മുടി ഒന്ന് കെട്ടി വെച്ചിട്ടെങ്കിലും പറയുന്നത്. അത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു തോന്നുന്നു അല്ലേ, ചെയ്യണ സമയത്ത് ഞാൻ പ്രഗ്നന്റും ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഇത് അല്ലാണ്ട് നമുക്ക് അങ്ങനെ സ്ക്രിപ്റ്റഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമ്മുടെ ലൈഫിൽ എന്താണോ അത് നമ്മൾ അതന്നെയായിരിക്കും കുറച്ചുകൂടി നല്ല ഇത്രയും പോപ്പുലാരിറ്റി കിട്ടാനായിട്ടുള്ള കാരണം. പോപ്പുലാരിറ്റിയോ? പോപ്പുലാരിറ്റി അല്ല, കുറച്ച് ആൾക്കാർ അറിയുന്നുണ്ട്. അതുകൊണ്ട് പോപ്പുലർ എന്ന് പറയാനൊന്നും ഇല്ല, കുറച്ച് ആൾക്കാർ അതെ, അത് മതി, അത് പറഞ്ഞാൽ മതി. അത്യാവശ്യം കുറച്ച് ആൾക്കാർ, കുറച്ച് പേര് സ്നേഹിക്കപ്പെടാനുള്ള കാരണമൊക്കെ അതൊക്കെ തന്നെയായിരിക്കും. സന്തോഷായില്ലേ? ഇനി നിങ്ങളെ ആദ്യം എടുത്ത വീഡിയോ എന്തായിരുന്നു? യൂട്യൂബ്. ഈ യൂട്യൂബിലേക്ക് വരാനുണ്ടായിട്ടുള്ള റീസൺ വഴിതെറ്റി വന്നതാണോ അതോ യൂട്യൂബിലേക്ക് ആവണം എന്ന് പറഞ്ഞ വന്നതാണോ? യൂട്യൂബിലേക്ക് എനിക്ക് അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനാണ് ആദ്യം വീഡിയോ എടുത്ത് തുടങ്ങിയത് കല്യാണത്തിനൊക്കെ മുൻപ്. കല്യാണത്തിന് ഒരു കൊല്ലം മുന്നേ 2020 ജൂൺ 2020 വീഡിയോ എടുത്ത് തുടങ്ങിയേ. 2020 കല്യാണം. അത് നവംബർ 29 സോറി, നവംബർ 29 കല്യാണം. ജൂൺ 21 ഞാൻ എന്റെ ആദ്യത്തെ വീഡിയോ ഇട്ടു. അതെന്താ കൊറോണ പീക്കിൽ നിൽക്കണ സമയ. അപ്പൊ നമ്മളെന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കാം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അത് എന്താ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അവർ തുടങ്ങി. അപ്പൊ എനിക്കും ഭയങ്കര ആഗ്രഹം, എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് കർത്താവേ ഞാനും തുടങ്ങാൻ പോവാന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തു. അത് എന്റെ ചേട്ടനുണ്ടായിരുന്നു. എന്റെ ചേട്ടനെ ഞാൻ വിളിച്ചു, വായ ചേട്ടാ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാ, എനിക്കൊരു വീഡിയോ എടുത്തായോ എന്ന് പറഞ്ഞിട്ട് ചേട്ടനെ ഞാൻ വിളിച്ചു. ബെഞ്ച ചേട്ടൻ എന്റെ കസിനാണ്. ആള് വന്നു. ആളെന്റെ വീട് തൊട്ടടുത്താ. അപ്പൊ ആള് വന്നു. എന്റെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ട്, 6 ഉണ്ട്. അത് സ്റ്റീവാണ് തന്നതാണ്, എൻഗേജ്മെന്റ് സമയത്ത് തന്നതാണ്. അതിന് മുന്നേ എൻഗേജ്മെന്റ് സമയത്തിന് മുന്നേ നമ്മുടെ വീട്ടുകാരായിട്ട് ഇല്ല, എൻഗേജ്മെന്റിന് മുന്നേ വീട്ടുകാരായിട്ട് ഓർപ്പിച്ചപ്പോ എനിക്ക് തന്ന ഫോണാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. അതാണ് എന്റെ ആദ്യത്തെ വീഡിയോ. അതെന്നിട്ടാ ഒന്നുമില്ല, വീടിന്റെ പിന്നിൽ കുറെ പൂച്ചകളുണ്ട്, ചവാലി പൂച്ചകളാണ്. എന്റെ പൂച്ചകൾ തന്നെയാണ്, സ്വന്തമായിട്ട് നോക്കി വളർത്തുന്ന പൂച്ചകൾ. സ്വന്തമായിട്ട് നോക്കി വളർത്തുന്നതില് അയൽവക്കക്കാരും കളയാനുള്ള ആവശ്യമുള്ള ആൾക്കാരുകളൊക്കെ ഇവരുടെ വീണ്ടും പുറത്തുകൊണ്ടിടും. ഇവളുടെ അപ്പനെ ഒക്കെ കൊണ്ട് വീട്ടിൽ കൊണ്ടിടും. എന്റെ അപ്പൻ പാടത്തുനിന്നൊക്കെ പൂച്ചേനെ എടുത്തിട്ട് വരാറ്. പട്ടീനെ അങ്ങനെ തന്നെ കിട്ടിയത്, തൊട്ടപ്പുറത്ത് കിട്ടിയത്. റോട്ടി കൂടെ പിടിച്ചു നടന്നുകൊണ്ടിരുന്ന പട്ടീനെ ഞങ്ങൾ വളർത്തിയതാണ്. അതെ. അപ്പൊ ആ പൂച്ച വീട് എന്ന് പറഞ്ഞൊരു വീടാണ് ഞാൻ ആദ്യം ഇട്ടത്. അതെന്നിട്ടാ ഈ പൂച്ചയുടെ പേര് ഇത്, ഈ പൂച്ചയുടെ പേര് ഇത്. എന്റെ പൂച്ചകൾക്ക് വെറൈറ്റി പേരുകളാ. എന്റെ പൂച്ചകൾക്ക് ഭയങ്കര വെറൈറ്റി പേരുകളാ. ഒന്ന് മൂദേവി ഒരു പൂച്ചയുടെ പേരായിരുന്നു. പിന്നെ ഒരു കുഞ്ഞി, ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ പൂച്ചകൾ. പിന്നെ പെരിച്ചാഴി, അങ്ങനത്തെ കുറെ പൂച്ചകളുണ്ട്.
അങ്ങനെയൊക്കെ ഇരുന്ന് പേരുകള്. അത് ഞാൻ പറഞ്ഞ് ഇതൊക്കെയാണ് എന്റെ പൂച്ചകൾ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടു. അതായിരുന്നു എന്റെ ആദ്യത്തെ വീഡിയോ. പക്ഷെ എനിക്ക് എന്ത് ഭയങ്കര സന്തോഷമായി ഞാനത് ഇട്ടപ്പോ. ഞാൻ യൂട്യൂബർ ആയല്ലോ എന്നുള്ള സന്തോഷം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എന്റെ ആദ്യത്തെ വീഡിയോ. ഞാൻ ചോദിക്കട്ടെ, ഈ പൂച്ചകളപ്പോ ഈ പേരൊക്കെ വിളിക്കും വരും അങ്ങനെ പറയും? വരും. എനിക്കുണ്ടായിരുന്നു, ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോയി. അതുകൊണ്ട് ഇല്ല അവര് വരും. ഒരു ഇവിടെ വേണേലും ഓടി വരും. ആണോ? ആ ഒന്ന് വാതിൽ ഇറക്കണ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ മതി ഓടി വരും. അല്ലെങ്കിൽ പേരെന്തെങ്കിലും വിളിച്ചാൽ ഓടി വരും അവരൊക്കെ. പൂച്ച തന്നെയാണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. ഇത് പൂച്ച ഇങ്ങനെ വന്നത് ആദ്യം ആകെ ഒരു പൂച്ച ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ആകെ കൂടി ആദ്യം. പിന്നെ അവള് പെറ്റ് വന്നതാണ് ഈ പൂച്ചകളൊക്കെ. ഇപ്പൊ 3 മണി സമയത്ത് തീറ്റ കൊടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വേറെ അതിർത്തിന്നൊക്കെ ആൾക്കാരുടെ വരും. പല ബാച്ചായിട്ടാ. 3 മണിയാകുമ്പോ ആദ്യം അകത്ത്, പിന്നെ 3:30 ആകുമ്പോ പുറത്ത് വേറെ ബാച്ച്. അത് പുറത്തുനിന്നുള്ളവര് വരണതാ. ഇതൊക്കെ ഈ അത് അപ്പനാണ് ശീലിച്ചത്. ഇവിടെ വീട്ടിലുള്ള പൂച്ചകൾക്ക് തീറ്റ കൊടുക്കും. പൂച്ചക്ക് സാധാരണ നമ്മള് വീട്ടിലുള്ള ബാലൻസ് ഫുഡൊക്കെ അല്ലേ, ഇവിടെ അങ്ങനെയല്ല. അതിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ഫുഡ് മേടിക്കുക, മീൻ മേടിക്കുക, ക്യാറ്റ് ഫുഡ്, ഇതൊക്കെയാണ് കൊടുക്കണത്. അതൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ട് ഒരു മെനയാവണില്ല പൂച്ചകൾ. അതാണ് ഏറ്റവും വലിയ കാര്യം. എന്റെ അപ്പന്റെ പൈസ കുറെ പോവാന്നല്ലാണ്ട് എന്റെ വീട്ടിലത്തെ പൂച്ചകൾ ഒരു മെനയാവണില്ല. അതിനു വേണ്ടി പുറമേന്ന് വന്ന് തിന്നണവരുണ്ട്. അവർ ഭയങ്കര സിംഗങ്ങളെ പോലെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഉണ്ടപ്പന്മാരായിട്ടിരിക്കും. വീട്ടുകൾ ഇങ്ങനെ ഉണങ്ങി വരും. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്കതൊരു പരിഹരിക്കാം. ഒരു വെറ്റിനറി പോയിട്ട് കാണിക്കും. ഇല്ല, അവർക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അവര് മറ്റേ ലൂസ് മോഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് വരയുടെ മരുന്ന് കൊടുക്കൽ അങ്ങനെയൊക്കെ ഉണ്ട്. അതെ, അങ്ങനെയൊക്കെ ഉണ്ട്. എന്റെ അപ്പൻ അതൊക്കെ ചെയ്തോളൂ. ഞാനിപ്പോ ഇവിടെ അല്ലേ, നാട്ടിക്ക് ഞാൻ പോകുമ്പോ ആളിങ്ങനെ ഇങ്ങനെ ഇരിക്കണ്ട. എന്നെ കണ്ട ആൾ അപ്പ എഴുന്നേറ്റ് പോകും. എഴുന്നേറ്റ് പോയിട്ട് ഒരു സ്ഥലത്ത് ബഹുമാനം കൊണ്ടല്ല, ഇങ്ങനെ വന്നു ശല്യം വന്ന് പിടിച്ച് ഉമ്മയ്ക്കും. നമുക്ക് കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇതിനെ കാണുന്നേ, മനസ്സിലാവില്ലെന്നേ. അങ്ങനെ അല്ലാട്ടോ, അങ്ങനെയും പറഞ്ഞു സ്നേഹം ഇല്ല എന്ന് പറയാന്ന് വെച്ചാൽ എനിക്കൊരു വേണ്ട വന്ന ടൈമില് ആ ക്യാറ്റിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് ഭയങ്കരമായിട്ട്. ഇപ്പൊ ഞാൻ 8 മണിക്ക് എഴുന്നേക്കാണെങ്കിൽ 10 മണി വരെ ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ ആള് വന്ന് വിളിക്കും, മിയോ എന്ന് വിളിക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഉറക്കത്തിൽ ഇപ്പൊ നമ്മുടെ ഏതോ ഉറക്കത്തിലൊക്കെ നമ്മൾ ഓളിയൊക്കെ വെച്ചാൽ ആള് വന്ന് തട്ടി വിളിക്കും. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഇപ്പോൾ പല ആളുകളും പറയണേക്കാം പൂച്ചകൾക്ക് ആ സ്നേഹമില്ല. അതെനിക്കറിയില്ല. പക്ഷെ ഞാൻ വളർത്തുന്ന ആൾക്ക് നല്ല സ്നേഹം. ഇങ്ങനത്തെ കോഷ്ടികൾ ഉണ്ടെന്ന് മാത്രം. നമ്മുടെ പൂച്ചകൾക്ക് സ്നേഹമൊന്നുമില്ല. ആണോ? അല്ല, അങ്ങനെയല്ല, എല്ലാവർക്കും സ്നേഹം ഉണ്ടാവട്ടോ. സ്നേഹമൊന്നുമില്ല. അവറ്റകളെ വീട്ടിൽ കയറ്റാറില്ല. പുറത്തിട്ടിട്ടാ വളർത്തണത്. വീട്ടിൽ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരും കൂടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ രോമൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവൾ പുറത്താടാറ്. പക്ഷെ പുറത്തിട്ടാൽ അതിന്റെ സ്നേഹമൊന്നും കാണിക്കൊന്നുമില്ല. ഫുഡ് കഴിക്കുന്ന സമയത്ത് നേരിട്ട് ഇങ്ങോട്ട് വരും. അത്രേ ഉള്ളൂ. ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ നമ്മൾ തമ്മിൽ. അതായത് ഞങ്ങളെ പൂച്ചകളും തമ്മിൽ. ഞങ്ങള് തമ്മിൽ ഈ ബന്ധമൊക്കെ തന്നെയാണ്. ഒരു വൈകാരിക ബന്ധം, ഉള്ളിലൊരു സ്നേഹമുണ്ട്, ബന്ധങ്ങളുണ്ട്. അത് വീട്ടിന്റെ ഉള്ളിലായ കാരണം പുറത്തു പോയി കൊടുക്കും ചന്തക്ക് എവിടെ പോണേന്ന് ചോദിച്ചിട്ട്. ഇവിടെ അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. പിന്നെ പുറത്ത് പോവില്ലേ, നമ്മൾ പൂച്ചക്കഥ മാത്രമേ. നമ്മുടെ വിഷയത്തിന് തെങ്ങി അയ്യോ പറ. നമ്മൾ എന്നിട്ട് അങ്ങനെ പൂച്ച വീടാണ് ആദ്യം ഇട്ടത്. അതാണ് ആദ്യത്തെ റീച്ച്. ആദ്യം വന്ന വീഡിയോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഒരിക്കലും വീഡിയോ ഇടാറുള്ളൂ. പിന്നെ വീഡിയോ ഇട്ടത് അലുവയും മത്തിക്കറിയും. അലുവ നമ്മള് മത്തിക്കറിയുടെ കൂടെ കഴിച്ചു. അതാണ് രണ്ടാമത്തെ വീഡിയോ. പിന്നെ അവിടെ അതന്നെ ഒരു കോംബോ ടെസ്റ്റ് ചെയ്ത്. പിന്നെ അവിടെ നിങ്ങൾ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒന്നല്ല. പിന്നെ ഒരു ട്രെൻഡ് വന്നതാണ് ആ കൊറോണ സമയത്ത്. കുറെ നമ്മുടെ സെലിബ്രിറ്റീസിന്റെ വീടുകൾ കാണിക്കണ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? ഇത് കേൾക്കാണ് വെയിറ്റ് ചെയ്ത്. അതെ, സെലിബ്രിറ്റീസിന്റെ ട്രെൻഡ് കാണിക്കണ ഒരു വീട് ട്രെൻഡ് ഉണ്ടായിരുന്നു. സോറി, വീട് കാണിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അത് തുടങ്ങി ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ആദ്യം ഞാൻ പോയിട്ട് എടുത്ത വീട് ടോവിനോന്റെ ആയിരുന്നു. ടോവിനോന്റെ വീട് എടുത്തതോടുകൂടി കുറച്ച് റീച്ച് വന്നു, കുറച്ച്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ടോവിനോ ഉണ്ടായിരുന്നു. ഞാൻ 2-3 പ്രാവശ്യം പോയി അങ്ങോട്ട്. ടോവിനോ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ടോവിനോ പുറത്തേക്ക് വന്നില്ല. ആള് ഉറങ്ങാന്നൊക്കെ പറഞ്ഞു. 4 വർഷം മുന്നേ 2020 ആള് ഉറങ്ങാന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മള് പിന്നെ ശല്യപ്പെടുത്താൻ പോയില്ലേ. ഓക്കെ, ആള് അല്ലെങ്കിൽ തന്നെ ഒരു ലാലേട്ടൻ വന്നാൽ പോലും ശല്യപ്പെടുത്തണ്ടെന്ന് മാറിപ്പോണ ആളാ. ആയിക്കോട്ടെ, വേണ്ട, ഉറങ്ങിക്കോട്ടെ. ഉറങ്ങാത്ത സമയം 3 പ്രാവശ്യം പോയി. അതെ. പക്ഷെ അല്ലല്ല, ആളുണ്ടായിരുന്നു. 2ാമത്തെ പ്രാവശ്യം പോയപ്പോ ആള് വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ വന്നില്ല, എന്തോ കൊറോണ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വന്നില്ല. ഓക്കെ, വരണ്ട. പിറ്റേ ദിവസവും ഞങ്ങൾ പോയി. ഒരു നാളില്ലാണ്ട് പോയി. അപ്പോഴും ആളവിടെ ഉണ്ടായിരുന്നു, പക്ഷെ പുറത്തേക്ക് വന്നില്ല. ഓക്കെ, വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മള് പോയി. അതിന്റെ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇട്ടപ്പോഴാണ് ഇച്ചിരി റീച്ച് വന്നത്. പിന്നെ ഇടയ്ക്ക് അങ്ങനത്തെ വീഡിയോസ് ഇട്ടു തുടങ്ങി.
അപ്പൊ കുറച്ച് റീച്ച് വന്നു. 2 മാസത്തില് വീഡിയോ. ശരിക്കും ആ വീഡിയോക്ക് നല്ല റീച്ച് ശരിക്കും വന്നേ. ദൃശ്യയുടെ അവിടെ നിന്ന് അങ്ങോട്ട് ദൃശ്യയുടെ വീട്ടിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹാപ്പി വെഡിങ് ഉണ്ടല്ലോ, അവിടേക്ക് പോയപ്പോ ദൃശ്യനെ ഞങ്ങൾ കണ്ടു. അതിന്റെ ഉള്ളില്, അതായത് വീഡിയോയില് ദൃശ്യനെ കാണിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര റീച്ചായി. ആ വീഡിയോക്കാണ് ഏറ്റവും 1 lakh ഏറ്റവും ആദ്യം വ്യൂസ് കിട്ടിയത്. അതെ. ഇവള് ആ ടൈമില് ഞാൻ നാട്ടിലൊന്നും ഇല്ല, ഞാൻ പാരീസിലാണ്. അപ്പം ആ ടൈമിൽ ഇവള് വിളിച്ച് എനിക്ക് പറഞ്ഞു, ദൃശ്യയുടെ വീട്ടിൽ ചെന്നപ്പോ ദൃശ്യ ഭയങ്കര ഹാപ്പി, അല്ല ഇവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവര് ഭയങ്കര സംസാരിക്കാനായാലും ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാനും ദൃശ്യയുടെ അമ്മയായാലും ഓരോരോ കാര്യങ്ങൾ വീട്ടില് കൊറോണയുടെ ടൈം ആണെങ്കിൽ കൂടി ഞങ്ങള് വിശന്ന് പോയി. ഞാൻ അപ്പനും കൂടി ഇട്ടാ വീഡിയോ എടുക്കാൻ പോവാറ്. അപ്പനും വീട്ടിൽ വെറുതിരിക്കാണല്ലോ, അപ്പന് വേറെ പണിയൊന്നും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ നമുക്ക് ഇങ്ങനെ പോവാം, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോ അതിനെന്താ വായ പോവാ എന്ന് പറഞ്ഞിട്ട് അപ്പം വരും കൂടെ. അന്ന് ദൃശ്യയുടെ വീട്ടിൽ പോയപ്പോ അത്രയും വിശന്നിരിക്കണ സമയത്ത് ദൃശ്യയുടെ അമ്മ ഞങ്ങൾക്ക് ജ്യൂസ് തന്നു. വിശക്കാന്ന് ഞങ്ങൾ പറഞ്ഞില്ല, എന്നാലും ആള് ജ്യൂസ് തന്നു. ജ്യൂസൊക്കെ തന്ന ആള് അവര് കുറെ സംസാരിച്ച് അവര് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതേ പിന്നെ സംഭവം റീച്ചായി തുടങ്ങിയെന്നുണ്ടെങ്കിലും കൂടി ദൃശ്യയുടെ വീട് തൊട്ട് ഞങ്ങൾ അങ്ങോട്ട് നല്ലപോലെ റീച്ചായി തുടങ്ങി.